ഞങ്ങള് വീട് ഒഴിയില്ല. കൂടുതലൊന്നും പറയാനില്ല. വീട് ഒഴിയാൻ പറ്റില്ല. ഞാൻ ഹൗസ് ഓണറാണ്. ഒരു കത്തയച്ചിരുന്ന് കിട്ടിക്കാണുമല്ലോ. ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ. പണിക്കര് കൂടുതലൊന്നും എന്നോട് പറയരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വീട് ഒഴിയാൻ പറ്റില്ല. ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത്? 9 കൊല്ലക്കാലമായി ഇത്രയും വലിയൊരു വീട് ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ച ഒരു ഹൗസ് ഓണറുടെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ചങ്കൂറ്റമുണ്ടായി? പറയൂ. പൈപ്പ് ലൈൻ നന്നാക്കാനും ടാങ്ക് കെട്ടി തരാനും 100 വട്ടം കത്തയച്ചപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത ഹൗസ് ഓണറല്ലേ നിങ്ങൾ? അത് ശരി. അണിയറയിൽ വേറെ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ നട്ടലുള്ള ആണുങ്ങളുണ്ട് വിളി, ഞാൻ അവരോട് സംസാരിക്കാം. നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും പറഞ്ഞ ഞങ്ങൾക്ക് വീട് തന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് ഹൗസ് ഓണർ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ശരി. ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ? ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ്. ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ, അപ്പൊ മാറാം. അപ്പൊ വരുന്നോ? കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത്. വാതില് തുറന്നൊരു വാലി ചെറുക്കനുണ്ടല്ലോ, അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റി ഏകദേശം 1 രൂപ എനിക്ക് പിടികിട്ടി. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട.